ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇല്ലാതാക്കാൻ നോക്കി പല തിരിച്ചടികൾ കിട്ടിയെങ്കിലും ചികിത്സ കൊണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് 1% പുരോഗതി പോലും ഇല്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് മുത്തശ്ശിയും പ്രതാപനും പിന്നീട് ഗുണ്ടകളിൽ നിന്നും മഹിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനുള്ള കൊട്ടേഷൻ കൊടുത്ത് പ്രതാപനാണെന്ന് അറിയുന്ന മാർക്കോ പ്രതാപനെ വിളിച്ച് കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയെയും അപായപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തം വീൽ ചെയറിലായിരിക്കുമെന്ന് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതറിയുന്ന മുത്തശ്ശി അവനും ആ ലക്ഷ്മിയെ പോലെ എന്തോ ഒരു ശക്തിയുണ്ട്, ഉഗ്രശക്തിയുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി പൂജാരിമാരെ വിളിച്ചുകൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യണം, എങ്കിലേ അവൻ്റെ ശക്തി കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കൂ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കൂ എന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും കൂട്ടി ഹണിമൂൺ ട്രിപ്പും കണ്ണൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം മാർക്കോ വിളിച്ചിട്ട് അന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പ്രതാപൻ്റെ ആളുകളാണെന്നും ഇനി ആ വീട്ടിലേക്ക് പോകരുതെന്നും മഹാലക്ഷ്മിയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമായാൽ പോലും വിശ്വസിച്ച് കഴിക്കരുത് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതറിയുന്ന മഹി ഇനി അയാളെ എങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അയാളോട് ഇത് ചോദിച്ചു തരുന്ന ബാക്കി കാര്യം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നു. മഹാലക്ഷ്മിയുടെ ആ രണ്ടും കൽപ്പിച്ചുള്ള വരവ് കണ്ട് പ്രതാപനും മുത്തശ്ശിയും ഭയപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി അഗസ്ത്യകൂടത്തിൽ വെച്ച് എന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനായിട്ട് ചിലർ ശ്രമിച്ചു. അതിന് പിന്നിൽ നിങ്ങളാണെന്ന് വ്യക്തമായിട്ടുള്ള തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മഹി പറയുമ്പോൾ ഇവളിത് എന്തൊക്കെയാണ് പ്രതാപ് ഈ പറയുന്നത്, ഇവളുടെ ഭർത്താവ് ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ ഇവളുടെ സമനില തെറ്റി എന്നാണ് തോന്നുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാം തെളിവ് സഹിതം പറയാം, അപ്പോൾ ആർക്കാ സമനില തെറ്റാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാമെന്ന് മഹി പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെടുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. ഇതേ സമയം എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി അവിടേക്ക് വരുന്നുണ്ട്. നിന്റെ മോളുടെ തലയ്ക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവളി വിളിച്ചു പറയുന്നത് എന്ന് പ്രതാപൻ പറയുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, ഇതുവരെ നിങ്ങളുടെ അമ്മയ്ക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് മഹി തുറന്നടിക്കുമ്പോൾ അത് കേട്ട് മുട്ടടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ്റെ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ ഞാനറിയാത്ത ഇവൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം മഹാലക്ഷ്മിയെ ചൊടിപ്പിക്കാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രതാപൻ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, എൻ്റെ മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ നീ എന്തിനാടാ പ്രതാപ ഇവളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. പ്രതാപനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, അയാൾക്ക് ഉത്തരം മുട്ടി പോവാണ്. കണ്ണേട്ടൻ മലയ്ക്ക് പോയി വന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ ചെയ്ത എല്ലാത്തിനുമുള്ള മറുപടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞാനായിരിക്കില്ല, കണ്ണേട്ടനായിരിക്കും എന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മോഹിനിയോട് യാത്ര പറഞ്ഞ് മഹി പോകുന്നു. അങ്ങനെ മഹിയിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന മോഹിനിയാണെങ്കിലും പ്രതാപനും മുത്തശ്ശിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെ കട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്താൻ ശ്രമിച്ചത് താനും തൻ്റെ അമ്മയും ചേർന്നാണല്ലേ, നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോലെയല്ലേ, എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ളതൊക്കെ എൻ്റെ മോള് അയ്യപ്പസ്വാമിയെ മുറുകെ പിടിച്ച് നടക്കുന്നവളാണ്, നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഉള്ള അവസാനമായൊരു ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് ചങ്ക് പൊട്ടി പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം മുത്തശ്ശി വീണ്ടും പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ് ഇതൊക്കെ, നിന്നെ എന്തോ പറഞ്ഞ് അവളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, നീ ഇപ്പോൾ മോഹിനിയുടെ മുന്നിൽ പോലും പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണല്ലോ, അതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ മുഴുവൻ മുത്തശ്ശിയോട് തുറന്നു പറയുകയാണ് പ്രതാപൻ. 10-18 വർഷം മുൻപ് നടന്ന കാര്യമാണ്. അന്ന് കണ്ണൻ്റെ അച്ഛൻ്റെ ജീവനെടുത്തതും കണ്ണനെ വീൽ ചെയറിലാക്കിയതും അത് വെറും ഒരു അപകടമല്ല, എൻ്റെ ടിപ്പർ ഇടിച്ചിട്ടാണ് കണ്ണൻ അവൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടത്, അവൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അത് വാമേട്ടൻ തന്ന ഒരു കൊട്ടേഷനാണ്. അന്ന് ആ ടിപ്പറിൽ എൻ്റെ കൂടെ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു, അവൾ എല്ലാത്തിനും സാക്ഷിയാണ്. അത് പറഞ്ഞിട്ടാണ് എനിക്ക് അവളുടെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എനിക്ക് പലപ്പോഴും അവളുടെ മുന്നിൽ മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപൻ മുത്തശ്ശിയോട് തുറന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇനി എന്ത് ചെയ്യും പ്രതാപ, അവളെങ്ങാനും ഇത് കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവൻ അകത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രതാപ. കണ്ണൻ ഒരു വക്കീൽ കൂടിയാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അത് പോരാത്തതിന് ആ മാർക്കോയും ഇപ്പോൾ അവൻ്റെ കൂടെയുണ്ട്. മഹാലക്ഷ്മി കണ്ണനോട് എല്ലാം പറയുന്നതിന് മുൻപ് അവരിൽ ആരെയെങ്കിലും ഒരാളെ തീർത്തിരിക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്.
പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ മഹിയെ കാണുമ്പോൾ തന്നെ നീ വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും ഭീഷണിപ്പെടുത്തി എന്ന് കേട്ടല്ലോ. ആ മാർക്കോ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടാണോ നിനക്കും ഇയാൾക്കും ഇത്ര ധൈര്യം? കല്യാണത്തിന് മുൻപ് എൻ്റെ അച്ഛനെ കണ്ടാൽ മുട്ടിടിക്കുമായിരുന്നല്ലോ നിൻ്റെ. നീ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം നിനക്ക് അറിയണം കണ്ണേട്ട. ഇവളറിയാത്തതായിട്ട് ഇവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് മഹി പറയുമ്പോൾ എന്തറിഞ്ഞു എന്ന് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാളെ തട്ടിക്കൊണ്ട് പോയ കാര്യം തന്നെ കുറേ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ കരുണ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹി പറയുന്നുണ്ട് അത് മാത്രമല്ല കണ്ണേട്ടനോട് ഞാൻ ഇത്രയും കാലം മറച്ചു വെച്ച ഒരു സത്യം കൂടിയുണ്ട്. അത് കണ്ണേട്ടൻ്റെ 18 വർഷങ്ങൾക്ക് മുൻപ് കണ്ണേട്ടൻ്റെ കാലുകൾ തളർന്നു പോയതും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവനെടുത്തതും അത് വെറും ഒരു അപകടത്തിലൂടെ ആയിരുന്നില്ല. അന്നത്തെ നിങ്ങളുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറി ആ ടിപ്പറിൽ ഓടിച്ചിരുന്നത് ഇവളുടെ അച്ഛനായ എൻ്റെ രണ്ടാനച്ഛനാണ്, പ്രതാപനാണ് എന്നുള്ളൊരു സത്യം മഹി അവിടെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹി പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന ഒരു സത്യമാണിത്. ഞാനിത് എന്നെങ്കിലും കണ്ണേട്ടനോട് പലതവണ തുറന്ന് പറയാനായിട്ട് തുനിഞ്ഞതാണ്. പക്ഷേ കണ്ണേട്ടനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിതിപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കണ്ണേട്ടന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്ന് എന്തോ ഒരു ദൗർഭാഗ്യത്തിന് ആ ടിപ്പറിൽ ഞാനും അയാളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ അയ്യപ്പ വിഗ്രഹം എനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും മഹി അവിടെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണെങ്കിലും ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണെങ്കിലും ഈ സത്യങ്ങളെല്ലാം കേട്ട് ശരിക്കും തകർന്നു പോകുന്നുണ്ട്. കാരണം സ്വന്തം അച്ഛൻ്റെ ജീവനെടുത്തത് സ്വന്തം ഭാര്യയുടെ അച്ഛൻ തന്നെയാണെന്നുള്ളൊരു സത്യം ഉണ്ണിയെയും വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ ഇനി മലയ്ക്ക് പോയി വന്നതിന് ശേഷം എന്തായാലും തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ കൊലപാതകയായിട്ടുള്ള പ്രതാപന് നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ ഒരു തീരുമാനമാണ് കേട്ടോ കണ്ണൻ എടുക്കുന്നത്. മഹിയാണെങ്കിലും ഇത്രയും കാലം ഈ ഒരു സത്യം കണ്ണനോട് തുറന്ന് പറയാതിരുന്നതിൽ കണ്ണനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹിയുടെ മനസ്സറിയാവുന്ന കണ്ണനാണെങ്കിൽ മഹിയോട് ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയൊരു നീരസം കണ്ണന് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കാലം കൂടെയുണ്ടായിട്ടും മഹി അത് മറച്ചു വെച്ചല്ലോ എന്നുള്ളൊരു നീരസം കണ്ണന് തോന്നുന്നുണ്ടെങ്കിലും അവസാനം കണ്ണൻ മഹിയോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ കണ്ണനിപ്പോൾ കാലുകൾക്ക് നടക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഹി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് 14 ദിവസത്തെ റിമാൻഡിന് ശേഷം മേഘൻ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് മാർക്കോയാണെങ്കിൽ ഇതറിയുന്നുണ്ട്. അപ്പോൾ നേരെ മാർക്കോ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. സാഗറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും മഞ്ജുവും സാഗറും സൂക്ഷിക്കണം, ആ മേഘൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാർക്കോ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറച്ച് നിൽക്കുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്